ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഈ നീതു കാര്യങ്ങളെല്ലാം പറയുകയാണ്. അങ്ങനെ നീതുവിന് ആ പോലീസുകാർ നമ്പർ കൊടുത്തതും അങ്ങനെ നമ്പർ നോക്കുമ്പോൾ ഏട്ടനും അച്ഛനും അമ്മയും കൂടി നേരെ വന്ന് ഇവളുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് പറയുകയാണ്, എന്താ തല്ലാൻ തോന്നുന്നുണ്ടോ? തല്ലാൻ തോന്നുന്നുണ്ട്, തല്ല് നമുക്കൊന്ന് കണ്ടറിയാലോ. ഇല്ല, നിന്റെ മുന്നിലേക്ക് ഞങ്ങളിനി ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നില്ല. നീ ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടി തന്നെ ഉണ്ടായതാണല്ലോ. അപ്പോൾ പിന്നെ എന്തിനു നിന്റെ മുന്നിലേക്ക് വരുന്നു? അങ്ങനെ ഒരു വിചാരം നിങ്ങൾക്കുള്ളത് ഏറ്റവും നല്ല കാര്യമാണ്. അച്ഛനെതിരായിട്ട് ഞാനൊരു കംപ്ലൈൻറ്റും കൊടുത്തിട്ടില്ല. ഇനി അച്ഛൻ എൻ്റെ മുന്നിൽ ഓരോ പ്രശ്നങ്ങളും പറഞ്ഞുകൊണ്ട് വരരുത്. നിങ്ങളേതായാലും എന്നെ പ്രസവിച്ചു. ഞാൻ പറഞ്ഞോ നിങ്ങൾ എന്നെ പ്രസവിക്കാനായിട്ട്? ഇല്ലല്ലോ. അപ്പോൾ ഈ വീട്ടിൽ നിൽക്കേണ്ട കടമ എനിക്ക് തന്നെയാ. നിങ്ങൾ എന്നെ പുറത്താക്കുമെന്ന് പറഞ്ഞാലും ഞാൻ പുറത്തിറങ്ങി പോകാൻ പോകുന്നില്ല. എനിക്കൊരു നല്ല ജീവിതം ഉണ്ടാവുന്നത് വരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. അതെല്ലാം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഇത് കേട്ട അച്ഛനാണെങ്കിൽ, ഇല്ല മോളെ, നിൻ്റെ അടുത്ത് ഇനി ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നില്ല. നീ നിനക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിച്ചോ. ഇനി ഞങ്ങൾ ഒരു കാര്യത്തിനും വരുന്നില്ല. അതായിരിക്കും അച്ഛൻ നല്ലത് എന്ന് നമ്മുടെ ഹരീഷിനോട് ഈ കഥകളെല്ലാം നീതു പറയുക. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹരീഷിൻ്റെ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ, എൻ്റെ പൊന്നോ, എൻ്റെ ചേച്ചിയുടെ ധൈര്യം അപാരം തന്നെ. അപ്പോൾ ഇനി ഒരു പ്രശ്നം ഉണ്ടാകില്ല അല്ലേ? ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അല്ലാതെ ഇനി ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാലും നീതു, നിന്റെ ധൈര്യം സമ്മതിച്ചല്ലോ. നിനക്ക് എങ്ങനെയാണ് ഇത്രയും ധൈര്യമൊക്കെ കിട്ടിയത്? ഒരാളെ പ്രേമിക്കുന്നതല്ലേ, അപ്പം പിന്നെ ഈ ധൈര്യമില്ലാതെ പറ്റുമോ? ധൈര്യം നമുക്ക് സംഭരിച്ചല്ലേ മതിയാവുള്ളൂ. എങ്കിലേ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടേ ആക്കട്ടെ? വേണ്ട ഹരീഷേ, എന്നിപ്പോൾ ഏതായാലും വീട്ടിൽ കൊണ്ടാക്കണ്ട. വീട്ടുകാർക്കിപ്പോൾ നല്ലൊരു പണി കൊടുത്തിട്ടല്ലേ ഞാനിങ്ങോട്ട് ഇറങ്ങി വന്നത്. ഇനി നീ എന്നെ വീട്ടിൽ കൊണ്ടേ ആക്കി എന്നെയും കൂടി ഒരുമിച്ച് കണ്ട് വെറുതെ എന്തിനാ അവരുടെ മനസ്സ് ഒന്നും കൂടി വിഷമിപ്പിക്കുന്നത്? ഒന്നരട മതി. ഇന്ന് വിഷമിപ്പിച്ചതല്ലേ, അപ്പം ഇന്ന് വേണ്ട. നാളെ നീ എന്നെ ബൈക്കിൽ കൊണ്ടാക്കിയാൽ മതി. അപ്പം വിഷമിച്ചാൽ മതി. ഇപ്പം ഏതായാലും വേണ്ട. എങ്കിൽ പിന്നെ ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നീതു അവിടെ നിന്ന് പോവുക. അപ്പം നീതു പോയി കഴിഞ്ഞപ്പോഴേക്ക്, എൻ്റെ ഹരീഷേട്ടാ, ഇങ്ങനെ ഒരു നല്ലൊരു പെണ്ണിനെ കിട്ടിയത് ഹരീഷേൻ്റെ ഭാഗ്യമാണ് കേട്ടോ. ഹരീഷേട്ടനെ കിട്ടാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് അതെ ആ ചേച്ചി ചെയ്തു കൂട്ടുന്നത് എന്നും പറയുകയാണ്. അങ്ങനെ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുക. അപ്പോൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ടിരിക്കുമ്പോൾ ഹരീഷ് ഈ നീതു പറഞ്ഞ സംഭവങ്ങൾ മുഴുവൻ ഇവരോട് പറയുക. ഇതെല്ലാം കേട്ട് ഇവർ ഞെട്ടിപ്പോണാണോടാ. അപ്പം നീതുവിൻ്റെ ധൈര്യം സമ്മതിക്കണമല്ലോ. നീതു അങ്ങനെയൊക്കെ പറഞ്ഞല്ലേ, പിന്നെ അല്ലാതെ. ഇപ്പം പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി തന്നെയാണ് അവൾ ആ വീട്ടിൽ ജീവിക്കുന്നത്. വനിതാ പോലീസ് പോയപ്പോഴേ പേഴ്സണൽ നമ്പർ വരെ നീതുവിന് എഴുതി കൊടുത്തിട്ടല്ലേ വനിതാ പോലീസ് പോയത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കണ്ടേ അവളുടെ ഒരു ഗമ. അത് ശരിയാ. അപ്പോഴേക്ക് സുഭാഷ് ആണെങ്കിൽ, എന്നാലും വീട്ടുകാരവിടെ ഇരിക്കുമ്പോൾ വീട്ടുകാരുടെ മുന്നിൽ പോലീസിനെയും കൊണ്ടുവരിക, പോലീസിൻ്റെ മുന്നിൽ വീട്ടുകാരെല്ലാവരെയും കുറ്റപ്പെടുത്തുക, ഇതൊക്കെ നല്ലതായ ശീലങ്ങളാണോ ഹരീഷ എന്ന് പറയുമ്പോൾ വേറൊരു നിവൃത്തിയില്ലല്ലോ. അപ്പോൾ സുധീഷ്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഏട്ടാ, ഇതിലെന്തെത്ര തെറ്റ്? ആ വീട്ടുകാർ നീതുവിനെ അത്രയും ഉപദ്രവിച്ചു. ഉപദ്രവം സഹിക്കാനാകാതായപ്പോഴല്ലേ ഈ പോലീസുകാരെ വിളിച്ചത്. അപ്പോൾ അതിലൊരു തെറ്റുമില്ല. നമ്മൾ നീതുവിൻ്റെ ഒപ്പം തന്നെ വേണം നിൽക്കാൻ. ഏതായാലും ഹരീഷേ, നിന്നെ ആ പെണ്ണ് ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ നിൻ്റെ ഒപ്പം ജീവിക്കാൻ വേണ്ടി ഏതൊരു സാഹസത്തിനും പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നത് നീതു. അപ്പോൾ ഹരീഷ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആകെ ചമ്മൽ വരികയാണ്. അപ്പോൾ നമ്മുടെ നിധിയും പറയുകയാണ്, അതെ നീതുവിൻ്റെ ധൈര്യം അത് സമ്മതിച്ചു കൊടുത്തേ മതിയാവുള്ളൂ ഹരീഷേ. കാരണം എനിക്കങ്ങനെ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ലല്ലോ. എനിക്കും അങ്ങനെ ഒരു ധൈര്യം ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ഇറങ്ങിപ്പോകേണ്ട ഒരു അവസ്ഥ വരില്ലായിരുന്നു. ഈ ഒരു ഗതിയും എനിക്ക് സംഭവിക്കില്ലായിരുന്നു. ഇത് കേട്ട സുധീഷിനൊന്ന് കൊള്ളുക. എൻ്റെ വീട്ടുകാരെന്നോട് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനൊന്ന് പോലീസിനെ വിളിച്ച് ഒന്ന് വാണിംഗ് ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നെ അവർ പഠിക്കാൻ അനുവദിക്കുമായിരുന്നു. ഇങ്ങനെ എൻ്റെ അടുത്തും കൂടുതൽ വേഷം കെട്ടൊന്നും കാണിക്കില്ലായിരുന്നു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്ക് സുധീഷ്, നീതുവിൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഓട്ടോ ഡ്രൈവറാ. പക്ഷേ നിധിയുടെ അച്ഛൻ അങ്ങനെയാണോ? വലിയ ബിസിനസ് മാൻ അല്ലേ? അപ്പോൾ ഈ ബിസിനസ് പറയുന്നതേ പോലീസുകാർ കേൾക്കുള്ളൂ. പക്ഷേ അങ്ങനെ നിധി പോലീസുകാരെ വിളിച്ചു വരുത്തിയെങ്കിൽ നിധിക്ക് അവിടെ തന്നെ നിൽക്കേണ്ടി വരും. നിധിക്ക് ജോലി എടുക്കാൻ പറ്റുമോ? സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമോ? ഒന്ന് ആലോചിച്ച് നോക്ക് നിധി. മതി നിർത്ത്, ആ വിഷയം അങ്ങോട്ട് വിട്ടേര് എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഹരീഷ് ആണെങ്കിൽ, എന്തായാലും നീതുവിൻ്റെ ധൈര്യം സമ്മതിച്ചു കൊടുത്തേ മതിയാവുള്ളൂ. ഞാൻ വിളിച്ചാൽ ഉടനെ തന്നെ ഇറങ്ങി വരുന്നൊരു ടൈപ്പ് തന്നെയാണ്.
അപ്പോൾ അവൾ അധികം താമസിക്കാതെ ഇങ്ങോട്ട് വരുമായിരിക്കും. പിന്നെ അല്ലാതെ ദേ എന്നെ വിശ്വസിച്ച് നിധി ഇറങ്ങി വന്നില്ലേ, അതാണ് പ്രണയം. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നിധി കണ്ണു മേടിച്ച് ഇങ്ങനെ നോക്കുകയാണ്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സുധീഷിന് അബദ്ധം പറ്റിയല്ലോ എന്നുള്ളൊരു കാര്യം മനസ്സിലായത്. അതെ സുധീഷ് ചേട്ടാ, എന്ത് ഇതേട്ടാ, ഷോ കയ്യിൽ നിന്ന് പോയല്ലോടാ, എൻ്റെ ദൈവമേ, ഇനി ഇതിൻ്റെ പേരിൽ എന്തൊക്കെയാണാവോ, ഞാനൊരു മണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സുധീഷ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണീറ്റ് പോവുക. പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും കൂടി ഒന്ന് പൊട്ടിച്ചിരിക്കുകയാണ്. അപ്പോൾ സുധീഷാണെങ്കിൽ ഇതിൻ്റെ പേരിൽ എനിക്ക് എന്തെല്ലാം അനുഭവിക്കേണ്ടി വരുമോ ആവോ. തിരിഞ്ഞു നോക്കി കഴിഞ്ഞപ്പോഴേക്കും നിധി ഇരുന്ന് ചിരിക്കുന്ന സീനാണ് കാണുന്നത്. ആഹാ, അപ്പോൾ ഞാൻ പറഞ്ഞതിനോട് അവൾക്കൊരു കുഴപ്പവും ഇല്ല. അവൾ അതിനോടൊക്കെ അതെ പ്രതികരിച്ച് തുടങ്ങി. ഇനിയിപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞതിനോട് അവൾ എതിർപ്പൊന്നും കാണിച്ചില്ലല്ലോ, ചിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് പറയുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അച്ഛൻ ഇരുന്ന് നഖം വെട്ടുക വാദിക്കിരുന്ന്. അപ്പം നഖം വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിധി അങ്ങോട്ട് ചെല്ലുകയാണ്. അച്ഛൻ എന്തേ കാണിക്കുന്നത്? ഞാനിവിടെ നഖം വെട്ടുകയല്ലേ. അച്ഛാ, ഇന്നേ ചൊവ്വാഴ്ചയാണ്. എന്താ ചൊവ്വാഴ്ച ചെയ്തുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നഖം വെട്ടാൻ പാടില്ല. ചൊവ്വാഴ്ച ദിവസം നഖം വെട്ടാൻ പാടില്ലെന്നാണ്. ഇത് വലിയ കൂത്തായി പോയല്ലോ. എന്നെ ചൊവ്വാഴ്ച നഖം വെട്ടിയാൽ എനിക്ക് ഇന്നാണ് മോളെ സമയം കിട്ടിയത്, അതുകൊണ്ടാ. ഓ, അല്ലെങ്കിൽ ബാക്കി ദിവസമെല്ലാം തിരക്കാണല്ലോ അച്ഛന്. ഇപ്പം മോൾക്ക് എന്താ വേണ്ടത്? ചൊവ്വാഴ്ച നഖം വെട്ടിയെന്ന് വിചാരിച്ച് കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. എൻ്റെ നഖം ഈ ഭൂമിയിലേക്ക് വീണെന്ന് വിചാരിച്ച് എന്താ സംഭവിക്കാൻ പോകുന്നത്? അച്ഛാ, ഒരു വീടിന് ഐശ്വര്യം ഉണ്ടാവണമെങ്കിലേ അതിൻ്റേതായ രീതിയിൽ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യണം. എന്നാൽ മാത്രമേ ഐശ്വര്യം ഉണ്ടാവുള്ളൂ. അതച്ഛൻ അറിയില്ലേ? പിന്നെ ഐശ്വര്യം, നീയേ ഈ തള്ളമാര് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുന്നത് എന്താ? നിന്നെ കണ്ടപ്പം ഞാൻ വിചാരിച്ചത് നീ ഒരു ചെറിയ കുട്ടിയാണല്ലോ, അതിൻ്റേതായ രീതിയിൽ എടുക്കുമല്ലോ എന്ന്. ഇതിപ്പോൾ 18-ാം നൂറ്റാണ്ടിൽ നീ കയറി വന്ന പോലെ ഉണ്ടല്ലോ. 18-ാം നൂറ്റാണ്ടിൽ നിന്ന് ഇതുവരെയായിട്ടും എത്തിയില്ലേ മോളെ? ഇല്ല, എത്തിയില്ല. ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് 18-ാം നൂറ്റാണ്ടിൽ നിന്ന് എനിക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഓ, അത് ശരി. ഇപ്പം കോമഡിയൊക്കെ പറയുമല്ലേ അച്ഛൻ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല കേട്ടോ അച്ഛൻ. പിന്നെ ഞാൻ എങ്ങനെയാണ് ഇരിക്കേണ്ടത്? ഇനി എന്താ വേണ്ടത്? അതെ, അച്ഛൻ ഇവിടെയുള്ള എല്ലാവരുടെ അച്ഛനല്ലേ? അത് ശരി. ഈ ചൊവ്വാഴ്ച രാവിലെ ആയപ്പോഴാണോ നിനക്കതെല്ലാം തോന്നിയത് എന്ന് ചോദിച്ചപ്പോഴേക്കും അച്ഛൻ കളിയാക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം തന്നെ പറയാം. സുഭാഷ് ഏട്ടനെ ഇങ്ങനെ ഇരുത്താൻ പറ്റുമോ? സുഭാഷ് ഏട്ടനെ ഒരു പെണ്ണിനെ ആലോചിക്കണ്ടേ? അച്ഛനൊരു നല്ല അച്ഛനല്ലേ? അപ്പോൾ സുഭാഷ് ഏട്ടന് നല്ലൊരു മിടുക്കിയായ ഒരു പെണ്ണിനെ കണ്ടെത്തി കല്യാണം കഴിപ്പിച്ച് കൊടുക്കണ്ടേ? ദേ, ഈ നല്ല അച്ഛനെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ദേ, എൻ്റെ മക്കൾ ഏത് പെണ്ണിനെ കൊണ്ടുവന്നാലും, അതായത് സ്നേഹിച്ച് കൊണ്ടുവന്നാലും അല്ലാതെ കൊണ്ടുവന്നാലും അവർ നല്ല രീതിക്കാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യണം. അതാണ് നല്ല അച്ഛൻ്റെ കടമ. അല്ലാതെ മോള് പറഞ്ഞതുപോലെ ഒരു വീടുകളിൽ പോയി എൻ്റെ മോന് പെണ്ണുണ്ടോ എന്ന് ചോദിച്ചു നടക്കുന്നതാണോ നല്ല അച്ഛൻ? ഞാനേ നല്ലൊരച്ഛൻ തന്നെയാണ്. അതല്ല അച്ഛാ, നമുക്കെവിടെയെങ്കിലും ഒരു പരസ്യം കൊടുത്താലോ? നല്ലൊരു മിടുക്കിയായ പെണ്ണിനെ കിട്ടണമെന്ന് പറഞ്ഞ്, സുഭാഷ് എന്നാണ് പേര്, നല്ല ജോലിയുണ്ട്, നല്ല സ്വഭാവം, സൽസ്വഭാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പരസ്യം കൊടുത്ത് ബ്രോക്കർമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലേ? നീ എത്ര നാളായി ഇവിടെ വന്നിട്ട്? അല്ല, എന്നെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയ കാര്യമല്ലേ? ഞാൻ ഏതെങ്കിലും വീട്ടിൽ പെണ്ണാലോചിച്ച് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ എന്താ പറയണമെന്നറിയാവോ? ഞാനൊരു കൊലപാതകിയാണെന്ന്. ആ ഒരു ഇതും വെച്ചുകൊണ്ട് ആരെങ്കിലും ഈ വീട്ടിലേക്ക് ഒരു പെണ്ണിനെ അയക്കോ? നീ ഒന്ന് ചിന്തിച്ച് നോക്കും മോളെ. ഓ, അച്ഛനോടൊക്കെ പറയാൻ വന്ന എന്നെ വേണം തല്ലാൻ. അതുകൊണ്ട് പറയണ്ട. എന്നോട് പറയുന്ന നേരം കൊണ്ട് സുഭാഷിനോട് പോയി പറ, അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞപ്പോൾ നിധി അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ്. നിധി നോക്കി കഴിഞ്ഞപ്പോഴേക്കും സുധീഷും ഹരീഷും നികേഷും ഒക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് കളിച്ചിരിച്ചുകൊണ്ട് നിൽക്കുക. ആ സമയത്ത് ഓഹോ, നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് നടന്നു അല്ലേ? അല്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം മാത്രമല്ലേ ഉള്ളൂ. അയ്യോ ഏട്ടത്തി, ഇപ്പം അതിനെന്താ പറ്റിയത്? എന്താ പറ്റിയെന്നോ? ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാവോ എന്ന് ചോദിക്കണം. അയ്യോ എന്താ? അല്ല, നിങ്ങൾക്കേ സുഭാഷ് ഏട്ടനെ കെട്ടിച്ചു വിടണമെന്ന് ഒരാഗ്രഹമില്ലേ? ഞാനിവിടെ വന്നപ്പോഴുള്ള സംഭവം ഇപ്പം ഇല്ല. എന്ത് സംഭവം? അതല്ല, ഞാൻ വന്നപ്പോൾ ഇടക്കിടക്ക് സുഭാഷ് ഏട്ടനെ പെണ്ണ് കാണിക്കാൻ ഒരേ വീട്ടുകളിലൊക്കെ പോകുമായിരുന്നു. ഇപ്പം അങ്ങനെയാണോ? ഇപ്പം നിങ്ങൾ ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയുന്ന പോലും ഇല്ലല്ലോ. അത് പിന്നെ ഒരേ വീട്ടിലും പെണ്ണ് അന്വേഷിച്ച് പോയി. സുഭാഷ് ഏട്ടൻ ആ പെണ്ണൊന്നും സെറ്റാവുന്നില്ല. സുഭാഷ് ഏട്ടൻ്റെ മനസ്സ് ആകെ ഡള്ളായിട്ട് നിൽക്കുകയാണ്. ഇനി കുറച്ച് നാളത്തേക്ക് അതൊന്നും വേണ്ട എന്ന് ഏട്ടത്തി തന്നെയല്ലേ പറഞ്ഞത്? പിന്നെന്താ ഏട്ടത്തി ഇപ്പം ഇങ്ങനെ പറയുന്നത്? ശരി, ഇപ്പം എല്ലാ കുറ്റം എൻ്റെ നെഞ്ചത്തോട്ടായല്ലേ?
ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിപ്പോൾ എത്ര നാളായി ഇങ്ങനെ വെച്ച് നീട്ടിക്കൊണ്ട് പോകാനാണോ? സുഭാഷ് ഏട്ടന് നല്ലൊരു പെണ്ണിനെ ആലോചിക്കണം. എന്നിട്ട് സുഭാഷ് ഏട്ടനെ കൊണ്ട് ആ ഒരു കല്യാണത്തിന് സമ്മതിപ്പിക്കുകയും കല്യാണം നടത്തുകയും അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ആ ഏട്ടത്തി, നമുക്ക് നോക്കാം. എന്താ സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടന്നു കാണുമെന്ന് നിങ്ങൾക്ക് താല്പര്യമില്ലേ? താല്പര്യമുണ്ട് ഏട്ടത്തി. എന്നാൽ പിന്നെ വാതുറന്ന് അങ്ങോട്ട് പറ. ഉണ്ട് ഏട്ടത്തി, അത് നമുക്ക് അന്വേഷിക്കണം. ചുമ്മാ പറഞ്ഞാൽ പോരാ, അത് അന്വേഷിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടെന്ന് പറയണം. ശരി ഏട്ടത്തി, എങ്കിൽ പിന്നെ നിങ്ങൾ റെഡി ആയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിധി അവിടെ നിന്ന് പോവാണ്. അങ്ങനെ നിധി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇതെന്ത് പറ്റി? ശരിക്കും പറഞ്ഞാൽ ഏട്ടത്തി പറഞ്ഞാലും കാര്യമുണ്ട്. സുഭാഷ് ഏട്ടനെ ഒരു കല്യാണം കഴിപ്പിക്കേണ്ടത് അത് നമ്മുടെ ഉത്തരവാദിത്വം തന്നെയാണല്ലോ. എന്നാലല്ലേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുള്ളൂ. എന്താടാ നിനക്ക് ഇപ്പം തന്നെ അങ്ങോട്ട് ധൃതിയായോ എന്ന് ഹരീഷിനോട് ചോദിക്കാം. പിന്നീട് നിധിയും നികേഷും കൂടി ബസ് സ്റ്റോപ്പിലേക്ക് പോവുക. ആ സമയത്ത് ബസ് സ്റ്റോപ്പിൽ നിന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് സുഭാഷ് ഏട്ടൻ്റെ കല്യാണം നടത്തണം. അതേ ഏട്ടത്തിയെ പോലെ ഒരു പെൺകുട്ടി വേണം സുഭാഷ് ഏട്ടൻ്റെ ജീവിതത്തിലേക്കും വരാനുണ്ട്. അതെന്താ എന്നെ പോലൊരു പെൺകുട്ടി? ഏട്ടത്തി ആവുമ്പോഴേ ഞങ്ങൾ കുടുംബത്തിലേക്ക് എല്ലാവരോടും നല്ല ജെല്ലായില്ലേ? അപ്പം അതേപോലെ തന്നെ അങ്ങനെ ഒരു പെൺകുട്ടി അതാവുമ്പോൾ ആ കുടുംബത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ ഏട്ടത്തി എന്നിങ്ങനെ പറയാം. അങ്ങനെയല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നികേഷ് പുറകെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു പെണ്ണ് നികേഷിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പം നികേഷും ഒന്ന് സൈറ്റ് അടിക്കുക. അപ്പോൾ നിധി നോക്കുന്നത് കാണുമ്പോഴേക്കും നികേഷ് മോന്തയെ മാറ്റി വേറെ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. പെട്ടെന്ന് നിധി നോക്കുമ്പോൾ ഈ നികേഷ് വേറെ ആരെയും നോക്കുന്നത് പോലെയാണ് തോന്നിയത്. അപ്പോൾ നിധി ഒന്ന് പുറകോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരു സുന്ദരി പെണ്ണ്. എന്താടാ നീ ആ പെണ്ണിനെ സൈറ്റ് അടിക്കുകയാണോ? അയ്യോ ഏട്ടത്തി, ഞാനല്ല, ആ പെണ്ണ് എന്നെയാണ് നോക്കുന്നത്. നിന്നെയോ? അതേ ഏട്ടത്തി, എന്നെ തന്നെയാണ് നോക്കുന്നത്. ഏട്ടത്തി ഒന്ന് പതിയൊന്ന് തിരിഞ്ഞു നോക്കിക്കണ്ടേ? അപ്പോൾ നികേഷ് പറഞ്ഞ പോലെ പെണ്ണ് നോക്കി തന്നെ നിൽക്കണം. എടാ നീ നോക്കിയത് കൊണ്ടല്ലേടാ ആ പെണ്ണ് നോക്കുന്നതായിട്ട് കണ്ടത്. അത് പിന്നെ ഏട്ടത്തി ഞാനേ അറിയാതെ ഒന്ന് നോക്കിയതാ. അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ പെണ്ണെന്നെ നോക്കുന്നതാ കണ്ടത്. അപ്പോൾ അതിൻ്റെ സംശയം ഒന്ന് തീർക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി നോക്കി. അപ്പോഴും അത് തന്നെ ഏട്ടത്തി എന്നെ തന്നെയും നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഏട്ടത്തി സംശയം ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് നോക്ക്. അപ്പം നിന്നെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതേടാ നിന്നെ തന്നെ നോക്കുന്നത്. അതേ ഏട്ടത്തി, ഇത്ര സുന്ദരിയായ ഒരു പെണ്ണ് എന്നെ നോക്കുമ്പോൾ പിന്നെ ഞാൻ എങ്ങനെ നോക്കാതിരിക്കുന്നു? അയ്യടാ എന്തൊരാഗ്രഹമാണ് നോക്കിയേ. അല്ല ഈ പെണ്ണ് നിനക്ക് നേരത്തെ പരിചയമുണ്ടോ? എനിക്ക് നമ്മുടെ പരിസരത്ത് ഇങ്ങനത്തെ ഒരു പെണ്ണുങ്ങളൊന്നുമില്ല, പുതുതായിട്ട് വന്നായിരിക്കും. അത് ശരി, അപ്പോൾ പരിസരത്തുള്ള എല്ലാ പെണ്ണുങ്ങളുടെ ഡീറ്റെയിൽസ് എനിക്ക് അറിയാലോ. കുറേയൊക്കെ. നീയാൾ കൊള്ളാലോടാ. പിന്നെ സുന്ദരിയായ പെണ്ണുങ്ങളെ കണ്ട നോക്കാതിരിക്കുമോ ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഹരീഷിനെയും സുധീഷിനെയും കാണിക്കണം. അപ്പോൾ സുധീഷ് ചില സത്യങ്ങളെല്ലാം ഹരീഷിനോട് പറയുക. എന്നിട്ടപ്പോഴേക്കും എൻ്റെ പൊന്നടോ തന്നെ സമ്മതിച്ചിരുന്നിരിക്കുന്നു. താൻ പേരും കള്ളനാട്ടോ. ഇങ്ങനെയാണാടോ ഒരാളെ പ്രണയിക്കുന്നത്? ഏട്ടത്തിയുടെ ആധാരം പിടിച്ചു വെച്ച് പോലീസ് സ്റ്റേഷനിൽ വെച്ച് ആധാരം കൊടുത്ത് കല്യാണം നടത്തിയിരിക്കുന്നു. അതും ഏട്ടത്തി പോലും അറിയാതെ തന്നെ സമ്മതിച്ചു. എന്നിട്ട് പാവ ഏട്ടത്തി ഒരു ഹോസ്റ്റൽ തപ്പാൻ വേണ്ടി മുഴുവനും തപ്പി നടന്നിട്ട് ഒരു ആധാർ താൻ കൊടുത്തോടോ? അത് പിന്നെ ഹരീഷേ, ഞാൻ അങ്ങനെ ആധാർ കൊടുത്തിരുന്നെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങി പോകില്ലായിരുന്നോ? അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഇങ്ങനെല്ലാം ചെയ്തത്. എടോ ഈ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടോ അത് തന്നോട് തോന്നേണ്ട കാര്യമല്ലേ? തനിത് പിടിച്ചു മേടിക്കല്ലേ ചെയ്തത്? ഹരീഷേ, നീ പ്രണയത്തിലേക്ക് വീണ് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീ എന്താ ഈ പറയുന്നത് എന്ന് ചോദിക്കുകയാണ്. എടോ ഈ പ്രണയം എന്ന് പറയുന്നതേ അത് നമുക്ക് മനസ്സിൽ നിന്ന് വരണ്ടേ, അത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ വരേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ താൻ ചെയ്തതുപോലെ ഈ പിടിച്ചു മേടിക്കൽ വളരെ മോശം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.